നമസ്കാരം. ടീറ്റർ റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ആഴ്ച ടാരോ നിങ്ങളോട് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് നോക്കുന്നത്. നമുക്ക് ജസ്റ്റ് റീഡിങ്ങിലേക്കൊന്ന് പോകാം. വളരെ വേദനാജനകമായ നിരാശാജനകമായ ഒരു കാലഘട്ടത്തിന് ശേഷം നിങ്ങൾ അതിൽ നിന്നും മുക്തരാകുന്ന ഒരു സമയത്തിലേക്കാണ് കടന്നു പോകുന്നത്. പഴയ ചില കാര്യങ്ങൾ ഓർത്ത് വേദനിക്കാൻ ആദ്യ ദിവസം ഒരു യോഗമുണ്ട്. അതിനുശേഷം നിങ്ങൾ മെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടും നല്ല തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ടുമാണ് കാണുന്നത്. കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായി വേഗത്തിൽ നടക്കുന്നതായിട്ടും വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അത് തടസ്സങ്ങളൊക്കെ മാറി മുന്നോട്ട് കാര്യങ്ങൾ ഓടുന്നതാണ്. അതുപോലെ ധനപരമായിട്ട് മെച്ചപ്പെട്ട അവസരങ്ങൾ, പുതിയ കാര്യങ്ങളൊക്കെ തുറന്നു കിട്ടാനുള്ള യോഗമുണ്ട്. ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ വേറെ ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്കോ ഇടപാടുകൾക്കോ ഒക്കെ നല്ലൊരു സമയമാണ്. നിങ്ങളുടെ ഒരു മോശ കാലഘട്ടം അവസാനിച്ച് ഒരു പുതിയ കാലഘട്ടം തുടങ്ങുന്ന ആഴ്ച കൂടിയാണിത്. കാരണം ഇത് വേൾഡ് ഇവിടെ വന്നിട്ടുണ്ട്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അത് ധനനേട്ടത്തെയും നല്ല ഉയർച്ചയെയും ഒക്കെ കാണിക്കുന്നതാണ്. പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ഒരു സമയത്തിലേക്കാണ് പോകുന്നത്. അതായത് പഴയ ഒരു കാലഘട്ടം, ഒരു മോശ കാലഘട്ടം അവസാനിച്ച് ഒരു പുതിയ ഇതിന് തുടക്കം കുറിക്കാൻ പോകുന്നു. എന്തൊക്കെയോ നിങ്ങൾക്ക് യൂണിവേഴ്സ് കരുതി വെച്ചിരിക്കുന്നു. അത് വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ കാർഡ്സ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വരാനുള്ള നല്ല കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുക. നിങ്ങളുടെ പഴയ വേദനയുടെ ഒരു കാലം അത് ഹീലിംഗ് കൊടുത്തുകൊണ്ട് മാറ്റി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. മനസ്സിനെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്ക് കഴിയും. കാരണം നല്ല എനർജികളാണ് ഇവിടെ വരുന്നത്. ഫയർ എനർജിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ദി വേൾഡും വന്നിരിക്കുന്നു. അത് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ തരും. ഒരു നല്ല സമയത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതിൻ്റെ ഒരു തുടക്കമായിരിക്കും ഈ ആഴ്ച സംഭവിക്കുക. അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് നല്ല തീരുമാനങ്ങളൊക്കെ നിങ്ങൾ കൈക്കൊണ്ട് അങ്ങനെ നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കാർഡ്സ്. നിങ്ങളോട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ആഴ്ച ആരുമായും തർക്കത്തിനൊന്നും മുതിരരുത്. തർക്കത്തിന് പോയാൽ നിങ്ങൾ തന്നെ വിജയിക്കും. പക്ഷേ അത് മൂലം പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങളോ ദുരിതങ്ങളോ വരാൻ സാധ്യതയുണ്ട്. അതൊരു മുന്നറിയിപ്പായിട്ട് സ്വീകരിച്ച് ആരുമായിട്ടും തർക്കത്തിനോ ഒന്നിനും മുതിരരുത് എന്നാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ബാക്കിയെല്ലാം നല്ല കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരാഴ്ചയായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.